നമസ്കാരം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായി കഷ്ടപ്പെടുന്നവരാണ് നല്ലൊരു വിഭാഗവും. പ്രവാസികളുടെ കുടുംബമാവുമ്പോൾ വളരെ സാധാരണക്കാരായ പ്രവാസികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെട്ട പ്രവാസികളെ സംബന്ധിച്ച് ആശങ്കയുടെ നാളുകൾ തന്നെയാണ് എപ്പോഴും. അവിടെ ജീവിത ചിലവുകൾ കണ്ടെത്തണം, നാട്ടിലേക്കുള്ളത് കണ്ടെത്തണം. അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നതിനിടയിൽ നാട്ടിലെ വിലക്കയറ്റം അടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ പ്രവാസി സമൂഹം കടുത്ത ആശങ്കയിലാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിയുടെ തീവില എന്ന് കേൾക്കുമ്പോൾ, ഉള്ളിക്കഥകൾ കേൾക്കുമ്പോൾ ഞെട്ടലിൽ തന്നെയാണ് പ്രവാസികൾ എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യം. രാജ്യത്ത് എവിടെ നോക്കിയാലും, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളുടെ കാര്യം നോക്കിയാലും തീവില, ഉള്ളിയുടെയും സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തീവില വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. എങ്കിലും വെളുത്തുള്ളിയും ഉള്ളിയും സവാളയും ഒക്കെ തന്നെയാണ് താരം. 1 കിലോ ഉള്ളിയുടെ വില കൂടുമ്പോൾ താളം തെറ്റുന്നത് ഓരോ കുടുംബങ്ങളുടെയും ബജറ്റാണ്. ഉള്ളി ഒരു തീക്കടിയായി മാറിയ കുടുംബങ്ങൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണെന്ന് കൂടി പറയേണ്ടി വരും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉള്ളി കഴിക്കില്ല എന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കി. പക്ഷേ മറ്റുള്ളവരുടെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. ഏതായാലും കുടുംബവുമൊത്ത് റെസ്റ്റോറൻറ്റിലെത്തിയ ബോളിവുഡ് താരം അക്ഷയ് കുമാറിൻ്റെ കഥയാണ്, ഉള്ളിക്കഥയാണ് മറ്റൊരു ചർച്ചാ വിഷയം. അക്ഷയ് കുമാർ വെയിറ്റർക്ക് ടിപ്പ് കൊടുത്തത് തന്നെ വലിയ വാർത്തയായിരുന്നു. അതിലിപ്പോൾ കുറ്റം പറയാനും പറ്റില്ല. രൂപ 10,000 അക്ഷയ് വെയിറ്ററുടെ കയ്യിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ പിന്നെ സ്വന്തം ഭാര്യയ്ക്കുള്ള സമ്മാനമായാലും. വീണ്ടും പറയുകയാണ്, ജീവിതം രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നവർ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുകയാണ്. ഒരു 1.5 സമ്മാനം തൻ്റെ ഭാര്യയും നടിയും എഴുത്തുകാരിയും ഒക്കെയായ ട്വിങ്കിൾ ഖന്നയ്ക്ക് അക്ഷയ് കുമാർ കൊടുത്തു. എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഇന്നത്തെ സാഹചര്യത്തിൽ വിലയേറിയൊരു സമ്മാനം, ഉള്ളി കൊണ്ടുള്ള ഒരു ജോഡി കമ്മൽ. എന്തായാലും അക്ഷയ് കുമാറിൻ്റെ ആക്ഷൻ കിലാഡിയുടെ പുതിയ ഡ്രാമയെ പറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യ ട്വിങ്കിൾ ഖന്ന തന്നെയാണ് ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. ഉള്ളിക്കമ്മലിൻ്റെ ബിഹൈൻഡ് ദി സ്റ്റോറി ഇങ്ങനെയാണ്. പുതിയ ചിത്രം ഗുഡ് ന്യൂസിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി കപിൽ ശർമ്മ ഷോയിൽ പങ്കെടുക്കാൻ പോയതാണ് അക്ഷയ് കുമാർ. കൂടെ ഉണ്ടായിരുന്ന കരീന കപൂറിന് ഷോയിൽ വെച്ച് സമ്മാനിച്ചതാണ് ഉള്ളിക്കമ്മൽ. കരീനയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടും തൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമാകുമെന്ന് തോന്നിയതുകൊണ്ടും അക്ഷയ് കുമാർ അതിന്ന് കയ്യോടെ വാങ്ങി. അത് കൊണ്ടുപോന്ന് ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ഏതായാലും ഉള്ളിക്കൊക്കെ ഇപ്പോൾ എന്താ വില? പക്ഷേ ട്വിങ്കിളിൻ്റെ പ്രതികരണത്തിന് അതിനേക്കാൾ ഹൃദ്യമായൊരു പ്രതികരണമായി തന്നെ അതിനെ കാണേണ്ടി വരും. ലളിതമായ നിസ്സാരമായ വസ്തുക്കൾക്കാണ് ഹൃദയത്തെ സ്പർശിക്കാൻ കഴിയുക എന്നാണ് ഉള്ളിക്കമ്മലിൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ട്വിങ്കിൾ കുറിച്ചത്. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. ഗുഡ് ന്യൂസ് അക്ഷയ് കുമാർ, ട്വിങ്കിൾ ഖന്ന. സ്വാഭാവികമായും കാശുള്ളവർക്ക് ഇതൊക്കെ ആകാമല്ലോ എന്ന് ആശ്വസിക്കാൻ മാത്രമേ മറ്റുള്ളവർക്കാകൂ. ഇവിടെ ഉള്ളി കറികൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റാതെ ഉള്ളി പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ബിരിയാണികൾ വരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഉള്ളി സവാളയും ഒന്നും ഒരു വിഭവത്തിലും ഇടം പിടിക്കുന്നില്ല. പകരം തക്കാളിയൊക്കെ വെച്ച് മിക്സ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് പല ഹോട്ടൽ ഉടമകളും പല കുടുംബങ്ങളുമൊക്കെ പറയുന്നൊരു സമയത്താണ് ഇങ്ങനെ വിലയുള്ള ഒരു ഉള്ളിക്കമ്മൽ. തീർന്നില്ല പൂരം. മറ്റൊരു കല്യാണം കൂടി പ്രവാസികളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പാകിസ്ഥാനിൽ നിന്നടക്കം അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഉള്ളിക്കമ്മലും ഉള്ളിമാലയും ഉള്ളിവളയും ഒക്കെ ധരിച്ചുകൊണ്ടുള്ള ഒരു വിവാഹം, ഉള്ളി വിലയിൽ പ്രതിഷേധിച്ച്, അതുപോലെ തന്നെ തക്കാളി വിലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലും അത് തന്നെയാണ്. അതായത് വിവാഹ ദിനത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും കൊണ്ട് നിർമ്മിച്ച പൂമാല കൈമാറിയിരിക്കുകയാണ് വരനും വധുവും. അത് വലിയ വാർത്തയായിരിക്കുന്നു. ദിനംപ്രതി മുന്നോട്ട് കുതിക്കുന്ന ഉള്ളിവിലയിൽ പ്രതിഷേധിച്ചാണ് ദമ്പതികൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അതിഥികൾ വധൂവരന്മാർക്ക് സമ്മാനിച്ചതോ ഓരോ ബാസ്ക്കറ്റ് നിറയെ ഉള്ളി തന്നെയാണ്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇത്തരത്തിലൊരു അപൂർവ വിവാഹം നടന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഭക്ഷ്യവസ്തുക്കൾക്കും ഉള്ളിക്കും വില വർദ്ധിച്ചതിനെതിരെ പ്രതീകാത്മകമായി പ്രതിഷേധിക്കുകയാണ് ദമ്പതികൾ ചെയ്തത്. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ അതിഥികൾ വധൂവരന്മാർക്ക് സമ്മാനിച്ചത് ഓരോ ബാസ്ക്കറ്റ് നിറയെ ഉള്ളിയായിരുന്നു. ദിനംപ്രതി റോക്കറ്റ് പോലെയാണ് ഉള്ളി വിലയുടെ കുതിപ്പ്. സ്വർണത്തിനൊപ്പം മൂല്യമുള്ള വസ്തുവായി തന്നെയാണ് ഇപ്പോൾ മിക്കവരും ഉള്ളിയെ പരിഗണിക്കുന്നത്. എന്തായാലും ഉള്ളിക്കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് പ്രവാസി വാർത്ത.